നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 19, 20 തീയതികളിൽ കുംഭൻ രാശിക്കാർ അല്പം ശ്രദ്ധിക്കുക. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ അല്പം ദോഷാധിക്യമുണ്ട്. അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജനുവരി 18 വൈകിട്ട് 4:40 PM മുതൽ ജനുവരി 21 വെളുപ്പിന് 1:35 AM വരെയാണ് ഈ ദോഷാധിക്യം പരമാവധി ഉള്ളത്. അതിനുശേഷവും ഇച്ചിരി പ്രശ്നമാണ്. അത് ഞാൻ ഡീറ്റെയിൽ പറയാം. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, യൂട്യൂബിലൂടെ. ഓക്കെ, അതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ വിവരങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 18 2026 ജനുവരി 18 വൈകിട്ട് 4:40 PM ആകുമ്പോൾ കുംഭൻ രാശിയുടെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 5 ഗ്രഹങ്ങൾ വരികയാണ്. അപ്പോൾ അതിൽ ശുക്രൻ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത്. ബാക്കി 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അത് മാത്രമല്ല, ഏകദേശം ഈ മകരമാസം മുഴുവൻ, മകരവും കുംഭവും, ഓക്കെ, മകരവും കുംഭവും സൂര്യൻ 12ാം ഭാവത്തിൽ നഷ്ടഭാവത്തിലും അതുപോലെ ജന്മത്തിലും വരികയാണ്. അത് കൂടാതെ ചൊവ്വ ജനുവരി 16 തൊട്ട് ഫെബ്രുവരി 23 വരെയും പ്രതികൂലമാണ് ചൊവ്വ. അപ്പോൾ ഏകദേശം ചൊവ്വ എന്ന് പറയുമ്പോൾ ജനുവരി 16 തൊട്ട് ഏകദേശം 90 ദിവസം ചൊവ്വ പ്രതികൂലമാണ്. 12ാം ഭാവത്തിലും ജന്മത്തിലും ചൊവ്വ പ്രതികൂലമായിട്ട് വരും. 90 ദിവസം, അതായത് ജനുവരി 16 തൊട്ട് 90 ദിവസം. ഓക്കെ, സൂര്യൻ ഈ പറഞ്ഞതൊക്കെ മകരം കുംഭം മാസങ്ങളിൽ പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വയും സൂര്യനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ. പിന്നെ ബുധനും ഈ പറഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല, ഏകദേശം ഒരു 5 ആഴ്ച ബുധനും പ്രതികൂലമാണ്. പിന്നെ ചന്ദ്രൻ 2 ദിവസം കൂടുമ്പം മാറും. അതിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ ഈ ദിനഫലം ഇടുമ്പോൾ, അതായത് രാശിഫലം ഇടുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ദയവായി ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ മാത്രമാണ് ഈ ദിനഫലം, രാശിഫലം നമ്മൾ പറയുന്നത്. അതിനകത്ത് പറയുന്നത് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഏകദേശം 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാതെ നിശ്ചയമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റ് ചാനലുകളൊന്നും തന്നെ അത് ചെയ്യാറില്ല. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഈ ദോഷാധിക്യമുള്ള രാശിക്കാരെക്കുറിച്ചും ഗുണാധിക്യമുള്ള രാശിക്കാരെക്കുറിച്ചും ഞങ്ങൾ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 7 ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതികൂലമാണ്. കുംഭൻ രാശിക്ക് സർപ്പം, ശിഖി, ശനി, സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ചൊവ്വ, അങ്ങനെ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടാണ് വരുന്നത്. എങ്കിലും ഭാഗ്യവശാൽ ശുക്രനും വ്യാഴവും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. എങ്കിലും ഈ 7 ഗ്രഹങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് വരുമ്പോൾ അത് മറികടക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ശരിയായ രീതിയിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ദോഷാധിക്യം മാറ്റി ഗുണാധിക്യമായിട്ട് നേടിയെടുക്കാൻ പറ്റും. പൊതുവെ നമ്മൾ
വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ തീപ്പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉയരങ്ങളിലൂടെ നടക്കുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിരത്തിലൂടെ നമ്മൾ നടക്കുമ്പോഴും വീഴ്ച പറ്റാതെ സൂക്ഷിക്കുക. അതുപോലെ വീട്ടിലൊക്കെ കുളിമുറിയിലുമൊക്കെ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഈ ദിവസങ്ങളിൽ. അതിൻ്റെ ടൈമിങ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ജനുവരി 18 വൈകിട്ട് 4:40 PM മുതൽ ജനുവരി 21 വെളുപ്പിന് 1:35 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാകുന്നത്. ഈ ദിവസങ്ങളിൽ ദൂരയാത്ര കഴിവതും ഒഴിവാക്കുക. അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുക. നിയമപരമായ പ്രശ്നങ്ങളോ വല്ലതുമൊക്കെ പുതുതായിട്ട് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കരുതിയിരിക്കുക. ഒരു കരുതൽ വേണം എല്ലാത്തിനും. യാത്ര പോയാൽ തന്നെ നമ്മൾ കഴിവതും വാഹനമൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എങ്കിലും ദൈവാധീനമുള്ള സമയമാണ്. കാര്യം വ്യാഴം 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്, ശുക്രനും അനുകൂലമാണ്. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് ഈ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാകുമ്പോൾ അല്പം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുക. കുംഭൻ രാശിക്ക് ഈ 19-20 തീയതികൾ പൊതുവെ പ്രതികൂലമാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷവും ചന്ദ്രൻ അനുകൂലവും പ്രതികൂലമായിട്ടൊക്കെ വരും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി 5 തീയതി വരെ, ഫെബ്രുവരി 3, 5 തീയതികൾ വരെ വളരെയധികം ശ്രദ്ധിക്കാം. അപ്പോഴത്തേക്ക് ശുക്രനും ബുധനും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ബുധൻ പിന്നെയും ജന്മത്തിൽ നിൽക്കുന്നു. എങ്കിലും അതൊരു ശുഭഗ്രഹമായിട്ട് വലിയ കുഴപ്പമൊന്നും വരുത്തില്ല. പ്രശ്നമായിട്ട് നിൽക്കുന്നത് സൂര്യനും ചൊവ്വയാണ്. അതുപോലെ തന്നെ അല്ലാതെ തന്നെ കുംഭൻ രാശിക്ക് ജന്മത്തിൽ സർപ്പമുണ്ട്. അതുപോലെ തന്നെ 2ാം ഭാവത്തിൽ ശനിയും പ്രതികൂലമാണ്, 7 ശനിയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശിവക്ഷേത്രത്തിൽ, അതായത് പാർവതി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. അവിടെ തന്നെ മറ്റ് പ്രതിഷ്ഠകളും കാണും. പ്രത്യേകിച്ച് സർപ്പപ്രതിഷ്ഠ, അതായത് സർപ്പദൈവങ്ങൾ, നാഗപ്രതിഷ്ഠ ഉള്ള ആയിരിക്കും പൊതുവെ ഈ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും ദർശനം നടത്തുക. പറ്റുന്ന ദിവസമൊക്കെ നമ്മൾ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, അതായത് സുബ്രഹ്മണ്യന്, അതുപോലെ ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം നിസ്സാരമായിട്ട്, അതായത് ഈശ്വരൻ്റെ കൈപിടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിസ്സാരമായിട്ട് നമുക്ക് ഈ ദോഷാധിക്യമൊക്കെ മറികടക്കാൻ പറ്റും. പിന്നെ ഇത് രാശിഫലമാണ്. അതുപോലെ തന്നെ നമ്മൾ ലഗ്നവും കൂടി നോക്കണം, ലഗ്നഫലവും കൂടി നോക്കണം. അതുപോലെ തന്നെ മഹാദശ, അന്തർദശ, പിന്നെ ഗ്രഹസ്ഥിതി, ഇതൊക്കെ വിലയിരുത്തിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അളവിൽ ദോഷമായാലും ഗുണമായാലും വരാറുള്ളൂ. അപ്പോൾ ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങൾ ലഗ്നം കണ്ടുപിടിച്ച് മഹാദശയും അതൊക്കെ എല്ലാം പ്രതികൂലമാണോ അനുകൂലമാണോ എന്നൊക്കെ നോക്കി പരിഹാര കർമ്മങ്ങൾ, വലിയ പൂജകളൊന്നും ഞങ്ങൾ പറയാറില്ല. എങ്കിലും ഈ പറഞ്ഞ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉചിതം, അതാണ് വേണ്ടതും. അപ്പോൾ
ശാസ്ത്രീയമായിട്ട് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുംഭൻ രാശിക്കാർക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇത് മാത്രമല്ല, ഈ കുംഭമാസം ഇപ്പം മകരമാണല്ലോ, കുംഭമാസം തീരുന്നവരെയും പൊതുവേ കുംഭരാശിക്ക് അത്ര മെച്ചമുള്ള കാലമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷനെ സമീപിച്ച് നിങ്ങൾ ഒരു വിലയിരുത്തലൊക്കെ നടത്തി വിശകലനം കണ്ടുപിടിച്ച് അത് പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് മാത്രമല്ല, കുംഭം ലഗ്നം വരുന്നവർക്കും ഇതേ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാവരും അത് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അത് കഴിവതും നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ അത് വിശകലനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഗ്രഹസ്ഥിതിയും മഹാദശയും അന്തർദശയൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഏത് ദൈവത്തിനെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.